വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ബിഗിനേഴ്സിന് പറ്റിയ സിമ്പിൾ മേക്കപ്പ് ലുക്കാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഫസ്റ്റ് നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഫേസ് ഓവറോൾ. അപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. മോയ്സ്ചറൈസറൊക്കെ നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് രണ്ടാമത്തെ നമ്മുടെ സ്റ്റെപ്പ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ ഫൗണ്ടേഷൻ അല്ല യൂസ് ചെയ്യുന്നത്, BB ക്രീമാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ള BB ക്രീം ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ പോൺസിൻ്റെ വൈറ്റ് ബ്യൂട്ടി BB+ ആണ് കേട്ടോ. വളരെ നല്ലൊരു BB ക്രീമാണ്. 01 ഒറിജിനലാണ് എൻ്റെ ഷെയ്ഡ്. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള നല്ല സ്പോട്ട് കവറേജ് പ്ലസ് ആൻഡ് ഓൾസോ നാച്ചുറൽ ആയിട്ടുള്ള ഗ്ലോ ആണ് നൽകുന്നത്. അപ്പോൾ നമുക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ശരിക്കും പുട്ടിയടിച്ച ഫീലില്ല, നല്ലൊരു നാച്ചുറൽ ഗ്ലോ ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ബ്രഷ് വെച്ചിട്ട് ഇതേപോലെ ബ്ലെൻഡ് ഓവർ ചെയ്യാം, അല്ലെങ്കിൽ നോർമലി നമ്മുടെ ബ്യൂട്ടി ബ്ലെൻഡർ എടുത്തിട്ട് ബ്ലെൻഡ് ഓവർ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. പോൺസിൻ്റെ ഈ ഒരു BB ക്രീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞു നല്ലൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ തരുന്ന, അതേപോലെ തന്നെ നമുക്ക് ശരിക്കും ഒരു ഫെയർനെസ് ലുക്ക് നൽകുന്നുണ്ട് കേട്ടോ. ഇതിൽ SPF 30 PA +++ ഇൻക്ലൂഡ് ആണ്. സോറി, ++ അല്ല, ++ ഉള്ളേ, അത് വിട്ടുപോയതാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു സ്പോട്ട് കവറേജ്, അതായത് ബ്ലാക്ക് സ്പോട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലോണം ഹൈഡ് ചെയ്യാനൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. ശരിക്കും ആ ഒരു പോഴ്സൊക്കെ ഓപ്പണിംഗ് ആണെങ്കിൽ അതൊക്കെ നല്ലോണം മിനിമൈസ് ചെയ്യാനൊക്കെ സഹായിക്കും. ഇനി നെക്സ്റ്റ് നമ്മുടെ അടുത്തത് കോമ്പാക്റ്റ് ആണ് കേട്ടോ. വളരെ മിനിമലായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം കുറച്ച് സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ നമ്മളിവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. അടുത്ത നമ്മുടെ കോമ്പാക്റ്റിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ലാക്മിയുടെ ഫേസ് ഇറ്റ് കോമ്പാക്റ്റ് ആണ്. നാച്ചുറൽ ആയിട്ടുള്ള പേൾ ഷെയ്ഡാണ് ഞാനിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വളരെ നല്ല ഒരു കോമ്പാക്റ്റ് ആണ്, വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്, അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർവ് ആകാനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ്. ദെൻ എക്സാക്ട്ലി പറയുകയാണെങ്കിൽ നേരത്തെ നമ്മൾ യൂസ് ചെയ്ത ആ ഒരു BB ക്രീം പോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള കവറേജ് ആണ് നൽകുന്നത്. നല്ലൊരു മാറ്റ് ഫിനിഷൊക്കെ തരും. ഇനി അടുത്തത് നമ്മൾ ലിപ്പ് ആൻഡ് ചീക്ക് ടിൻറ്റ്. അപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഏത് ബ്രാൻഡാണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ റീകോഡിൻ്റെ ആണ് കേട്ടോ. ശരിക്കും നല്ലൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഐഷാഡോയ്ക്ക് പകരം ഞാൻ ഈ ഒരു ചീക്ക് ആൻഡ് ലിപ്പ് ടിൻറ്റ് വെച്ചിട്ടാണ് ഒന്ന് കണ്ണിൻ്റെ അവിടെ ഐഷാഡോയ്ക്ക് പകരം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ലിപ്പ് ആൻഡ് ചീക്ക് ടിൻറ്റ് കൊണ്ട് നമുക്ക് വളരെയധികം യൂസ് ഉണ്ട്. അതായത് ബ്ലഷിന് പകരം യൂസ് ചെയ്യാം, അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. പിന്നെ ഞാൻ കുറച്ച് ലിപ്സിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ബ്ലഷിന് പകരമായിട്ട് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ, ഇതേപോലെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ബ്ലഷിന് പകരമായിട്ട്. ശരിക്കും നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള കവറേജ് ആണ് നൽകുന്നത്. നല്ല ലൈറ്റ് ആയിട്ടുള്ളൊരു പിങ്കിഷ് ടച്ച് നൽകുന്നുണ്ട്. ശരിക്കും നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലൊക്കെ ഇട്ടാൽ നല്ലോണം ബ്ലെൻഡ് ആവാനൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ബ്ലെൻഡായി കിട്ടും. ആ ഒരു തറഞ്ഞിരിക്കുന്ന അങ്ങനത്തെ സ്റ്റിക്കിനെസ് ഒന്നും ഇല്ലതാനും, എന്നാൽ നല്ലൊരു ലുക്ക് കിട്ടുന്നുണ്ട്. നല്ല പ്രൊഡക്റ്റാണ്. ഇനി അടുത്തത് നമ്മൾ നാച്ചുറലായിട്ട് ഒരു ലുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ കണ്ണെഴുതി കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് സെയിം റീകോഡിൻ്റെ തന്നെ കാജൽ പെൻസിലാണ്. അപ്പോൾ വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്, അതേപോലെ തന്നെ ഒറ്റ ഡ്രോണിൽ തന്നെ ആ ഒരു ബ്ലാക്ക് സെറ്റ് ബ്ലാക്ക് അല്ലെങ്കിൽ ജെറ്റ് ബ്ലാക്ക് ആയിട്ടുള്ള കളറ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് 500 സംതിങ് രൂപയാണ് കേട്ടോ. എക്സാക്ട്ലി ഞാൻ ആ ഒരു ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. എനിക്ക് തോന്നുന്നു 595 രൂപയോ, അല്ല 545 രൂപയാണ്. പിന്നെ നമ്മുടെ നോർമൽ ലാക്മിയുടെ ഐലൈനർ എടുത്തിട്ട് കണ്ണെഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കട്ടി കൂട്ടി എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മസ്റ്റായിട്ടും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാരണമുണ്ട്, അതായത് നമ്മുടെ മസ്കാര. അപ്പോൾ നമ്മൾ മസ്കാരയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. മിനിമലായിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് മാത്രം യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണൊക്കെ ഒന്ന് എടുത്ത് നിൽക്കണമെങ്കിൽ നമ്മൾ മസ്റ്റായിട്ട് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കണം. അപ്പോൾ നിങ്ങൾ മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇങ്ങനത്തെ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പം. അപ്പോൾ ഇവിടെ ഞാൻ മസ്കാര നല്ലോണം കുറച്ച് ടൈം എടുത്ത് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ആ ഒരു കണ്ണ് അത്യാവശ്യം നന്നായിട്ട് വിടർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട്. ഇനി ഏറെക്കുറെ നമ്മുടെ ഈ ഒരു മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ആയി വരുന്നുണ്ട്. ഫൈനലി നമ്മുടെ സ്വിസ് ബ്യൂട്ടിയുടെ ഏതെങ്കിലും ഒരു ലിപ്പ് ലൈനർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്, ഞാനിവിടെ ഒരു റെഡ് ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്, നല്ലോണം ഡ്രോൺ ചെയ്ത് കൊടുക്കുകയാണ്. അത് വെച്ചിട്ട് തന്നെ ഫുള്ള് ലിപ്സ് ഒന്ന് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദെൻ ഒരു ഗ്ലോസി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ലിപ്പ് ബാമും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ മേബിലിൻ ന്യൂയോർക്കിൻ്റെ പിങ്ക് ലോലിറ്റ ലിപ്പ് ബാമാണ്. അപ്പോൾ നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. എല്ലാവർക്കും ഈ ഒരു മേക്കപ്പ് ലുക്ക് ചെയ്ത് നോക്കാം, ഷുവറായിട്ട് നിങ്ങൾക്ക് മാച്ച് ആവുന്ന ഒരു ലുക്കാണ്. അപ്പോൾ ഇനി ബിഗിനേഴ്സിന് പറ്റിയ മേക്കപ്പ് ലുക്ക് അറിയാതെ ആരും വിഷമിക്കേണ്ട. വളരെ സിമ്പിളായിട്ട് നമുക്ക് എവറിഡേ മേക്കപ്പ് ലുക്ക് ഇത്രയും പ്രൊഡക്ട്സ് വെച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ കുറച്ച് കോണ്ടോർ സ്റ്റിക്ക്, അതായത് ആ ഒരു കോണ്ടോർ സ്റ്റിക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ കൺസീലർ വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആ ഒരു ഡീപ്പായിട്ടുള്ള കളർ ഒന്ന് ചേഞ്ചായി ന്യൂഡ് ഫോമിലേക്ക് ആ ഒരു ലിപ് ഷെയ്ഡ് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വളരെ ഈസിയാണ്. നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ, താങ്ക് യു, ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ.
അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതേപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ.